നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊടുങ്കാറ്റിന്റെ കെട്ടഴിച്ചു വിട്ടത് നീയാ. The tempest is on the way. ഒപ്പിടണം. പേടിക്കണ്ട, നിന്റെ കുടുംബം ഒന്ന് എഴുതിയെടുക്കാനല്ല. ഇതൊരു 3-4 മരുന്ന് കമ്പനിയായിട്ടുള്ള ഡീലാ. സുനിത കൊണ്ടുവന്ന ഫയൽ നീ വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ? അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ടൊന്ന് ഒപ്പിടിക്കുന്നത്. ഒരുറപ്പിന് എന്റെ കയ്യിൽ ഇത് വേണം. നീ ഒപ്പിട്ടിട്ട് പോകുന്നോ അതോ മരിയെ കൊണ്ട് സുന്ദരിക്ക് പൊട്ടുകുത്തിക്കണോ? അമൃക, മാഡത്തിന് സേഫായി എയർപോർട്ടിൽ എത്തിക്കണം. നിങ്ങളൊരു അകലോട്ട് ഫോളോ ചെയ്താൽ മതി. ശരി സാർ. ഓക്കെയോ? You cheat? മാഡം പ്ലീസ്. മാഡത്തിന് എന്തു പറ്റിയെന്ന് ഓർത്ത് ചങ്കെരിഞ്ഞാ ഞാൻ വിളിക്കുന്നത്. എന്നെ ഒപ്പം കൂട്ടി ചെകുത്താന്റെ വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അഭിനയിക്കാണോ സുനിതേ നീ? എന്റെ പൊന്നു മാഡം, എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. എന്റെ ഭർത്താവിന്റെ ജീവൻ വെച്ച അവർ വിലപേശിയത് മാഡം കേട്ടതല്ലേ? കേട്ടു. കേട്ടതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടില്ല. മാഡം ഇപ്പൊ എവിടെയാ? എന്താ പുതിയ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? മാഡം പ്ലീസ്, ഇങ്ങനെയൊന്നും പറയരുത്. മാഡത്തിന് മുന്നിൽ തലതലി ചത്തുപോകും ഞാൻ. മാഡത്തെ ഉപദ്രവിച്ചവര് 3 മുദ്രപത്രങ്ങളിൽ വിശാൽ ഒപ്പിട്ട് മേടിച്ചു. അവൻ വിളിക്കുകയാണെങ്കിൽ നീ ആ പൊട്ടനോട് പറഞ്ഞേക്ക് അക്ഷര കോറി വരച്ചത് കള്ള ഒപ്പാണെന്ന്. അവനും അവന്റെ ഗോവക്കാരിക്കുള്ള പണി മുംബൈയിൽ നിന്ന് വന്നിട്ട്. ശരി, നീ വെച്ചോ. നിന്നെ ഞാൻ വിശ്വസിക്കുന്ന സുനിത. എന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആ സുനിത ഡോക്ടറെ ഒരു പഠിച്ച കള്ളിയ. മാഡത്തിന്റെ കാറിലേക്ക് അവര് കേറിയത് കണ്ടപ്പോഴേ എവിടെയോ ഒരു അപകടം എനിക്ക് മണത്തു. അക്ഷരെ അങ്ങനെ പെട്ടെന്നൊന്നും അപകടത്തിൽപ്പെടുത്താൻ ആർക്കും കഴിയില്ല സ്വാമി. എന്ത് പ്രശ്നവും അവൾ പൊരുതി തരണം ചെയ്യും. അക്ഷര മാഡത്തിന്റെ ഉള്ളിൽ ഒരു ശുദ്ധ മനസ്സുണ്ട്. അതാ ഇവരെല്ലാം മുതലാക്കുന്നത്. സ്വാമി പറഞ്ഞത് ശരിയാ. സ്വാമിയുടെ കോള് വന്നപ്പോ മുതൽ എനിക്കും എന്തോ ഒരു അപകടഭീതി തോന്നി. അതാ ഞാൻ ഇറങ്ങിയത്. അതാ വരുന്നു, മാഡം വരുന്നുണ്ട്. ഞാനൊരു നല്ല കാര്യത്തിന് പോകുമ്പോ വഴി മുടക്കാൻ നിൽക്കുകയാണോ? വഴി മുടക്കാനല്ല, വഴിയിലെ തടസ്സങ്ങൾ മാറ്റാനാ ഞാൻ വന്നത്. എന്ത് തടസ്സം? അതാ എനിക്കറിയേണ്ടത്. എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നീ ഇടയ്ക്ക് എവിടെയാ കയറിയത്? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഞാൻ അമ്പലത്തിൽ കയറി. സ്വാമി കണ്ടതാണല്ലോ. അമ്പലത്തിന്ന് തൊഴുതിറങ്ങി സുനിത ഡോക്ടർക്കൊപ്പം പോണത് ഞാൻ കണ്ടു. സുനിതയ്ക്കൊപ്പം പോയ എന്താ കുഴപ്പം? കുഴപ്പം അത് നിനക്കല്ലേ അറിയൂ. നീ പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയൂ.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം വേണം, നമുക്കത് പരിഹരിക്കാം. അതിനല്ല സാറ് വഴിയിൽ കാത്തു നിൽക്കണം. ചേടാ, ഇത് വലിയ പൊല്ലപ്പായല്ലോ. ആശാനും അനുചരനും കൂടി എനിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ? ഡോക്ടർ സുനിത ഇത്ര അത്യാവശ്യമായി നിന്റെ കാറിൽ കയറിയത് എന്തിനാണെന്ന് പറഞ്ഞില്ല. ഈ വഴിതടയലിന്റെ കാരണം അതായിരുന്നോ? നീ ചോദിച്ചതിന് ഉത്തരം പറ. സുനിത എന്നെ യാത്ര അയക്കാൻ വന്നതാ. അവർക്കെന്തോ പെട്ടെന്ന് മടങ്ങേണ്ട ഒരു അത്യാവശ്യം വന്നു. അതുകൊണ്ട് വഴിയിലിറങ്ങി. ചോദ്യം ചെയ്യൽ കഴിഞ്ഞെങ്കിൽ ഒന്ന് വഴിന്ന് മാറുവോ? എനിക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനി നീ തനിച്ചു പോകണ്ട. നിന്നെ എയർപോർട്ടിൽ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ഈ വണ്ടി സ്വാമി എടുത്തോളും. അത് വേണമെന്നില്ല. തൽക്കാലം ഞാൻ പറയുന്ന കേട്ടാ മതി. അല്ലെങ്കിൽ ചിലപ്പോ ഫ്ലൈറ്റ് മിസ്സായെന്ന് വരും. സ്വാമി, അക്ഷരയുടെ ലഗേജ് എടുത്ത് എന്റെ കാറിലേക്ക് വെച്ചേക്ക്. വന്ന് വണ്ടി കേറ്. സുധേട്ടാ, എന്താണെന്നറിയില്ല. ഉള്ളിന്റെ ഉള്ളില് എന്തോ ഒരു അപകട ഭീതി. ഇന്ന് പകല് തുടങ്ങിയതാ വലങ്കണ്ണിന്റെ തുടിപ്പ്. എന്തോ ഒരു സങ്കടം വരുന്ന പോലെ. അങ്ങനെ ഇന്നത്തെ സന്ധ്യാവന്ദനം കഴിഞ്ഞു. ഇനി നിത്യമോള് പോയി ഏട്ടന്റെ മുൻപിൽ കുമ്പസരിക്ക്. ഏറ്റു പറയാൻ ഒരുപാട് കാണുമല്ലോ. ആഹാ, ഇന്ന് അച്ഛനെ നേരത്തെ പിടിച്ചിരുത്തിയോ? അല്ലെങ്കിൽ നടക്കത്തില്ല മോളെ, അറിയാലോ. എങ്ങനെയെങ്കിലും അത്താഴം ഒഴിവാക്കാനേ മനോഹരേട്ടൻ നോക്കൂ. എന്തൊരു കരുതല്. ഒരു വയസ്സിത്തള്ള ഇവിടെയുണ്ട്. അതെന്തെങ്കിലും കഴിച്ചോ കുടിച്ചോന്ന് തിരക്കാൻ ഇവിടെ ആരുമില്ല. അയ്യോ പാവം. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും, ഇല്ലെങ്കിൽ പുട്ടും ചെറുപയറും, ആനച്ചെവയും പപ്പടം 4 എണ്ണവും, അല്ലെങ്കിൽ അപ്പവും താറാമുട്ടക്കറിയും.